നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അൻവർ ഓർമ്മയിലലിഞ്ഞ് കാസർഗോഡ്. COE സ്ഥാപക നേതാവും സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ 9ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് RK മാളിലാണ് അൻവർ ഓർമ്മ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്ക് മെയ് 20-ന്. ഇന്ത്യ പാക് അതിർത്തിയിലെ പുതിയ സാഹചര്യം കണക്കിലെടുത്ത് ശനിയാഴ്ച മുതൽ നടത്താനിരുന്ന മേഖലാ പ്രചാരണ ജാഥകൾ മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ മാനേജ്മെന്റ് കോൺഗ്രസിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം 13-ന് കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. യുവചിത്രകാരൻ അർജുൻ കെ ദാസിന്റെ സ്മരണയ്ക്കായി ബേക്കലിൽ ചിത്രമതിലൊരുക്കി കുടുംബം. അർജുൻ കെ ദാസ് ഫൗണ്ടേഷനും BRDCയും ചേർന്നാണ് മനോഹരമായ ചിത്രമതിൽ ഒരുക്കിയത്. സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ CDSനുള്ള പുരസ്കാരം ചെറുവത്തൂരിന്. ചെറുവത്തൂർ ടൗണിൽ ഘോഷയാത്ര നടത്തി. വാർത്തകൾ വിശദമായി. അൻവർ ഓർമ്മയിലലിഞ്ഞ് കാസർഗോഡ്. COE സ്ഥാപക നേതാവും സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ 9ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് RK മാളിലാണ് അൻവർ ഓർമ്മ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ടെലിവിഷൻ വാർത്താരംഗത്തെ പ്രശസ്തരും വിവിധ മേഖലകളിലെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ അൻവർ ഓർമ്മയിൽ ഒത്തുകൂടി. ഭാവിയുടെ ദൃശ്യ സംസ്കാരത്തിന് പുതിയ ചിറകുകൾ നൽകിയ വർത്തമാനകാലത്തിൻ്റെ ദൃശ്യ സാധ്യതകളെ സ്വപ്നങ്ങളിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിലേക്ക് പറിച്ചുനട്ട കാഴ്ചകൾക്ക് പുതിയ ഭാഷ പകർന്നു നൽകിയ NH അൻവറിൻ്റെ 9ാം ഓർമ്മദിനത്തിൻ്റെ ഭാഗമായി ആ സ്നേഹത്തണലിൽ വിശ്രമിച്ചവർ, മധുരം പകർന്നവർ അൻവർ ഓർമ്മയുമായി വീണ്ടും ഒത്തുകൂടി. കാസർഗോഡ് RK മാൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കാലത്തെ അടയാളപ്പെടുത്തിയ മനുഷ്യനാണ് NH അൻവർ എന്ന് അബ്ബാസ് ബീഗം പറഞ്ഞു. കേബിൾ TV പ്രസ്ഥാനങ്ങൾക്ക് ദിശാബോധം നൽകുകയും കാസർഗോഡിന്റെ വികസനത്തിന് മാതൃകാപരമായ സംഭാവനകൾ നൽകുകയും ചെയ്ത, ജീവിച്ചിരുന്ന കാലത്തോളം സമൂഹത്തെ അടയാളപ്പെടുത്തി കടന്നുപോയ മനുഷ്യസ്നേഹിയാണ് NH അൻവർ എന്നും അബ്ബാസ് ബീഗം അനുസ്മരിച്ചു. കുറേ കാലം ജീവിക്കാനല്ല, ജീവിക്കുന്ന കാലത്ത് അടയാളപ്പെടുത്തലുകളാണ്. ആ അടയാളപ്പെടുത്തലുകളാണ് നമ്മുടെ അൻവർ ഇവിടെ നടത്തിയിരിക്കുന്നത്. അറിയാം, നമുക്ക് പഴയ കാലങ്ങളിൽ കേബിൾ TV എന്ന് പറയുന്ന ഒരു സംവിധാനം 1000 കോടിയിൽ വിദേശിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ ആരാണെന്ന് ചോദിച്ചാൽ അത് അൻവർ എന്നുള്ളതാണ്. NH അൻവർ ട്രസ്റ്റ് ചെയർമാനും 24/7 മലയാളം ന്യൂസ് MDയുമായ അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പത്രപ്രവർത്തകൻ റഹ്മാൻ തായിലങ്ങാടി NH അൻവർ അനുസ്മരണ പ്രഭാഷണവും സെമിനാർ വിഷയാവതരണവും നടത്തി. കാസർഗോഡിൻ്റെ സാമൂഹ്യ സാംസ്കാരിക കലാ ജീവിതത്തിന് തന്നെ പുതിയൊരു അർത്ഥമുണ്ടാക്കിയ, പുതിയ ഒരു പ്രതലം ഉണ്ടാക്കിയ, ഒരു പുതിയ സംസ്കൃതി ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ സംരംഭത്തിൻ്റെ ചലകമായിട്ട് വർത്തിച്ചിരുന്ന ഏറ്റവും വലിയൊരു വ്യക്തി അൻവറായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടെ നിന്നിരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേരൊന്നും പറയുന്നില്ല. അവരുടെയൊക്കെ ഉള്ളിൽ അൻവർ ഒരു ഓർമ്മയല്ല, ഒരു വികാരമാണ് എന്നാണ് അവർ പറയുന്നത്. ഏഷ്യാനെറ്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ PG സുരേഷ് കുമാർ, റിപ്പോർട്ടർ TV ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ എന്നിവർ സെമിനാറിൽ മാധ്യമ മത്സരവും നവീന വാർത്താ ശൈലികളും എന്ന വിഷയത്തിൽ സംസാരിച്ചു. സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും മാധ്യമപ്രവർത്തനത്തെയും ഒരു പരിധിവരെ ജനാധിപത്യവൽക്കരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗുണവശം. നിശ്ചയമായിട്ടും സംഘടിതമായിട്ടുള്ള പല ഗ്രൂപ്പുകളും വ്യക്തിഹത്യ നടത്താനോ ഇകഴ്ത്താനോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കൂടി നിയന്ത്രിക്കുന്ന തരത്തിൽ തെറ്റായി സ്വാധീനം ചെലുത്താനോ ഒക്കെ അത് പ്രയോഗിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അപ്പോൾ പോലും വാർത്തകളെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു സ്വാധീനമുണ്ട്. അങ്ങനെ സാങ്കേതിക വിദ്യയുടെയും സോഷ്യൽ മീഡിയയുടെയും സ്വാധീനത്തിൽ നിൽക്കുന്ന ഒരു മാധ്യമ ലോകത്താണ്, ഒരു മാധ്യമ വ്യവസായ ലോകത്താണ് നമ്മൾ. മാധ്യമങ്ങളാണ് ഈ സമൂഹത്തിലെ എല്ലാ തെറ്റുകളെയും ഉന്മൂലനം ചെയ്യാനും എല്ലാവരെയും ശരികളിലേക്ക് നയിക്കാനും വിധിക്കപ്പെട്ട ഏക ഘടകമെന്ന് വിലയിരുത്തുന്നത്. അത് ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത ഒരു
കാര്യമാണ് എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുക. ഒട്ടേറെ മാധ്യമ പഠനങ്ങൾ നടക്കുന്നൊരു സമൂഹമാണ് നമ്മുടേത്. നല്ല രീതിയിൽ മാധ്യമ വിമർശനങ്ങൾ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ മാധ്യമ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ മാധ്യമ പഠനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ഉള്ളത്. അത് പ്രിന്റ് മീഡിയ ആണെങ്കിലും ടെലിവിഷൻ മീഡിയ ആണെങ്കിലും ഓരോ മാധ്യമവും ഓരോ വീക്ഷണത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പൊ അത് സത്യത്തിൽ നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ ഒരു ജനാധിപത്യ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ഇത്രയധികം മാധ്യമങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്കിടയിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഓരോ മാധ്യമവും ഓരോ വീക്ഷണത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഓരോ വീക്ഷണങ്ങൾക്കും ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ കേരളത്തെ വളരെ അഭിമാനത്തോടുകൂടിയാണ് കാണുന്നത്. NH അൻവറിന്റെ പത്നി ആശ അൻവറും അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. ഷാഫി ചാലിയം വരച്ച NH അൻവറിന്റെ ചിത്രം ആശ അൻവറിന് കൈമാറി. ലേക്ക് ഷോർ VPS MD അഡ്വക്കേറ്റ് SK അബ്ദുള്ള ചാരിറ്റി ഫണ്ട് സമർപ്പണം നടത്തി. ദേവദത്താക്കിണി എന്ന കാസർഗോഡ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിൽ സംബന്ധമായ രോഗം മൂലം ചികിത്സയിൽ കഴിയുന്ന അഡ്വക്കേറ്റ് SK അബ്ദുള്ളയെ NH അൻവർ ട്രസ്റ്റ് ട്രഷറർ K വിജയകൃഷ്ണൻ, COA ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ VV, കേരള വിഷൻ ചാനൽ ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, COA സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, CCN MD മോഹനൻ TV, COA കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥ സാരഥി K തുടങ്ങിയവർ സംബന്ധിച്ചു. COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ സ്വാഗതവും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഡയറക്ടർ M ലോഹിതാക്ഷൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ 20-ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കും. ഇന്ത്യ-പാക് അതിർത്തിയിലെ പുതിയ സാഹചര്യം കണക്കിലെടുത്ത് ശനിയാഴ്ച മുതൽ നടത്താനിരുന്ന മേഖലാ പ്രചാരണ ജാഥകൾ മാറ്റിവെച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, എല്ലാ സംഘടിത കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം 26,000 രൂപ മിനിമം വേതനം നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 20-ന് ദേശീയ പണിമുടക്ക് നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പണിമുടക്കിന് മുന്നോടിയായി ശനിയാഴ്ച മുതൽ മേഖലാ പ്രചരണ ജാഥകൾ നടത്തുവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ-പാക് അതിർത്തിയിലെ പുതിയ സാഹചര്യം കണക്കിലെടുത്ത് ഈ പ്രചാരണ ജാഥകൾ മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. പുതിയ സാഹചര്യത്തിൽ ഇന്നത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് നിശ്ചയിച്ച വാഹനപ്രതിനിധി ജാഥ മാറ്റിവെച്ചിട്ടുണ്ട്. നാളെ ആരംഭിക്കുന്ന വാഹനപ്രതിനിധി ജാഥ മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ പണിമുടക്ക് മാറ്റിയതായി വരില്ല. അതിൻ്റെ മറ്റ് പ്രചരണ പ്രവർത്തനങ്ങൾ തുടരും. 3 വർഷം മുമ്പ് പാസ്സാക്കിയ ലേബർ കോഡ് അതിശക്തമായ പ്രതിരോധം വന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ താമസിയാതെ ഈ വിവരം നടപ്പാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ കൺവീനർ സാബു എബ്രഹാം, TK രാജൻ, T കൃഷ്ണൻ, PK അബ്ദുൽ റഹ്മാൻ, PV തമ്പാൻ, ഉദിനൂർ സുകുമാരൻ, പ്രമോദ് കരുവളം, KK രവീന്ദ്രൻ, ഗിരികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ഭിന്നശേഷിക്കാരുടെ വിവിധ കലാപരിപാടികളും ഗാനവിരുന്നും അരങ്ങേറി. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് ജില്ലാ സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരെ ചേർത്തു നിർത്തുന്നത് മുസ്ലിം ലീഗിന്റെ പാരമ്പര്യമെന്ന് CT അഹമ്മദ് അലി പറഞ്ഞു. ഈ ഭിന്നശേഷിക്കാരായ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവർക്ക് നമുക്കറിയാം ഗവൺമെൻറ്റിൽ നിന്ന് ഒട്ടേറെ ആനുകൂല്യങ്ങളും സഹായങ്ങളും ഈ വിഭാഗത്തിന് ലഭിക്കുന്നുണ്ട്. അവയെല്ലാം തന്നെ യഥാവസരം അറിയിക്കുന്ന ആൾക്ക് അറിയിക്കുന്ന ആനുകൂല്യങ്ങളും സഹായങ്ങളും നേടിക്കൊടുക്കാൻ മുസ്ലിം ലീഗും അതുപോലെ തന്നെ DAPL നേതാക്കളും എല്ലാം തന്നെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാനാണ്. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി അധ്യക്ഷത വഹിച്ചു. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അമർഷാൻ തലശ്ശേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. അക്കര ഫൗണ്ടേഷൻ CEO മുഹമ്മദ് യാസർ വാഫി RPWD ആക്ട് 2016 നിയമത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുറഹ്മാൻ പതാക ഉയർത്തി. MSF ജില്ലാ പ്രസിഡന്റ് സെയ്ദ് താഹ തങ്ങൾ ചേരൂർ പ്രാർത്ഥന നടത്തി. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ട്രഷറർ മുനീർ ഹാജി കമ്പാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് KE ബക്കർ, AM കടവത്ത്, ജില്ലാ സെക്രട്ടറി AB ഷാഫി, NA നെല്ലിക്കുന്ന് MLA,
ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, DPL സംസ്ഥാന പ്രസിഡന്റ് ബഷീർ മമ്പുറം, സംസ്ഥാന ജനറൽ സെക്രട്ടറി കുഞ്ഞബ്ദുള്ള കുളവയൽ, സംസ്ഥാന സെക്രട്ടറി സിദ്ദീഖ് പള്ളിപ്പുഴ, ജില്ലാ പ്രസിഡന്റ് UK സെയ്ഫുള്ള തങ്ങൾ, ജില്ലാ ജനറൽ സെക്രട്ടറി ബേബി മുഹമ്മദ് കുഞ്ഞി, സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ VP ഖാദർ, മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അലി മലപ്പുറം, സുബൈർ മലപ്പുറം, മുസ്ലിം ലീഗ് കാസർഗോഡ് മണ്ഡലം ജനറൽ സെക്രട്ടറി TM ഇക്ബാൽ, സെക്രട്ടറി നാസർ ചെറുക്കളം, മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് KM ബഷീർ, ചെങ്കള പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഇക്ബാൽ ചേരൂർ, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഇടനീർ, വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് മുംതാസ് സമീറ, സാമൂഹ്യ പ്രവർത്തകൻ അഹമ്മദ് ഷാഫി വിദ്യാനഗർ, സാമൂഹ്യ പ്രവർത്തക റംല, സുബൈദ പെരുമ്പട്ട, KMCC നേതാവ് റഷീദ് ഹാജി കല്ലിങ്കാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയിൽ DAPL ജില്ലാ ട്രഷറർ ഹനീഫ് മൗലവി ബന്ദിയോട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന മാനേജ്മെന്റ് കോൺഗ്രസിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം 13-ന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത സെന്റിനറിയുടെ ഭാഗമായി സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം 13-ന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. രാവിലെ 10 മണിക്ക് SMA സംസ്ഥാന ഉപാധ്യക്ഷൻ ഷറഫുദ്ദീൻ ജമല്ലുലൈലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് YM അബ്ദുൽ-റഹ്മാൻ അഹ്സനി അധ്യക്ഷത വഹിക്കും. ഉച്ചയ്ക്ക് 1 വരെ നടക്കുന്ന സമ്മേളനത്തിൽ മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികളിൽ 5 പേർ പ്രതിനിധികളായി പങ്കെടുക്കും. ജില്ലയിലെ 300 മദ്രസകളിൽ നിന്നായി 1500 പ്രതിനിധികൾ സമ്മേളനത്തിന്റെ ഭാഗമായി എത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ചെറുപ്രായത്തിൽ തന്നെ ലഹരിക്കടിമപ്പെടുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അത് മനസ്സിലാക്കിക്കൊണ്ട് മദ്രസകളും മഹല്ലുകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ സമസ്ത തീരുമാനിക്കുകയും അത് സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷനിലൂടെ താഴേക്കിടയിലേക്ക് കൈമാറുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിന് മഹല്ല് തല നേതൃത്വത്തെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക സമ്മേളനമാണ് ഈ വരുന്ന 13-ാം തീയതി കാസർഗോഡ് ടൗൺ ഹാൾ മുനിസിപ്പൽ ടൗൺ ഹാൾ വെച്ച് നടക്കുന്നത്. പ്രസ്ഥാനവും മൂല്യബോധവും എന്ന വിഷയമാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരുപാട് വിശാലമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ സമൂഹം നേരിടുന്ന വ്യത്യസ്തമായ മേഖലകളുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്ന നിലയിലാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ സമ്മേളനം ഉദ്ദേശിക്കുന്നത്. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, അബ്ദുൽ-റഹ്മാൻ അഹ്സനി, ബഷീർ മങ്കയം, ഇത്തിഹാദ് മുഹമ്മദ് ഹാജി, അബ്ദുൽ ഖാദർ ഹിമമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. യുവചിത്രകാരൻ അർജുൻ കെ ദാസിന്റെ സ്മരണയ്ക്കായി ബേക്കലിൽ ചിത്രമതിലൊരുക്കി കുടുംബം. അർജുൻ കെ ദാസ് ഫൗണ്ടേഷനും BRDCയും ചേർന്നാണ് മനോഹരമായ ചിത്രമതിൽ ഒരുക്കിയത്. ബേക്കലിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷക കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ഈ ചിത്രമതിൽ. അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ ആനിമേഷൻ ആൻഡ് ഫിലിം ഡിസൈനിലെ വിദ്യാർത്ഥിയായ മാത്തിൽ ആലപ്പടമ്പിലെ അർജുൻ സിക്കിമിലെ ഗാങ്ടോക്കിൽ നദിയിൽ വീണായിരുന്നു മരണപ്പെട്ടത്. 2015 ജൂൺ 20-നായിരുന്നു സംഭവം. പ്രിയപ്പെട്ട അർജുൻ്റെ ഓർമ്മയ്ക്കായി കലാപരമായി എന്തെങ്കിലും ചെയ്യണമെന്ന ഉദ്ദേശമാണ് ചിത്രമതിൽ എന്ന ആശയത്തിലേക്ക് കുടുംബത്തെ നയിച്ചത്. ടൂറിസം കേന്ദ്രമായ ബേക്കലിൽ തന്നെ ആശയം യാഥാർത്ഥ്യമാക്കാമെന്ന് തീരുമാനിക്കുകയും തുടർന്ന് ഇവിടെ ചിത്രമതിൽ ഒരുക്കുകയുമായിരുന്നു. കാസർഗോഡിൻ്റെ ചരിത്രവും പൈതൃകവും ഉൾക്കൊള്ളുന്നതാണ് ചിത്രമതിൽ. അർജുൻ കെ ദാസിൻ്റെ കുടുംബവും അർജുൻ കെ ദാസ് ഫൗണ്ടേഷനും BRDCയുമായി ചേർന്നാണ് ചിത്രമതിൽ ഒരുക്കിയത്. അർജുൻ്റെ സഹപാഠികളായിരുന്ന 10ഓളം ചിത്രകാരന്മാർ ചേർന്നാണ് ചിത്രമതിലിലേക്കുള്ള ചിത്രങ്ങൾ വരച്ചത്. ചിത്രകലാകാരനും NAD സ്റ്റുഡൻറ്റുമായി എൻ്റെ മകൻ മരണപ്പെട്ടിട്ട് 10 വർഷമായി. അപ്പോൾ അതിൻ്റെ ഓർമ്മകളെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ചിത്രരചന കാര്യങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പുകൾ, മറ്റേ മത്സരങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ മകൻ്റെ ഒരു കാര്യമാണ് ഈ ചിത്രമതിലുകൾ എന്നുള്ളത്. ഈ പെയിൻറ്റ് വാളുവാൻ പല രാജ്യത്ത് പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്. മോൻ്റെ ഓർമ്മയ്ക്കാണ് ചെയ്യുന്നത്. മോൻ്റെ പിറന്നാൾ ദിനം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചുമർ ചിത്രം ചെയ്യുവാണ്. അപ്പോൾ അവൻ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചുമർ ചിത്രം ചെയ്തിട്ടുണ്ട് കൂട്ടുകാരൻ്റെ കൂടെ. അപ്പോൾ ആ കൂട്ടുകാരും ചിത്രകലാ വിദ്യാർത്ഥികളും NAD സ്റ്റുഡൻസും എല്ലാം കൂടെ ഒരു 10ഓളം കുട്ടികൾ ഇപ്പം ബേക്കൽ പാർക്കിൽ. അപ്പോൾ നമ്മൾ 3 വർഷമായി ഇപ്പോൾ ചുമർ ചിത്രം അവൻ്റെ ഓർമ്മയ്ക്ക് ചെയ്യുന്നത്. ഇന്ന് കാലിക്കറ്റിൽ ചെയ്തു, അതുപോലെ കഴിഞ്ഞ വർഷം കണ്ണൂരാണ് ചെയ്തത്, ഈ വർഷം ബേക്കൽ ബീച്ചിലാണ് ചെയ്യുന്നത്. കോഴിക്കോടിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അർജുൻ കെ ദാസിൻ്റെ സ്മരണയ്ക്കായി കുടുംബത്തിൻ്റെ ആശയപ്രകാരം നേരത്തെ സരോവരം പാർക്കിലും ചിത്രം വരച്ചിരുന്നു.
ടെലിസ്കോപ്പിലൂടെ നോക്കുന്ന വാസ്കോഡ ഗാമയുടെ ചിത്രം വരയ്ക്കണമെന്നത് അർജുൻ്റെ ആഗ്രഹമായിരുന്നു. ഇതാണ് കുടുംബവും സുഹൃത്തുക്കളും ചേർന്ന് നിറവേറ്റിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും അർജുൻ്റെ ഓർമ്മകൾ തുടിക്കുന്ന ചിത്രം സഹപാഠികൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഓഫീസറായിരുന്ന മോഹൻദാസിൻ്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരിയായിരുന്ന കരുണയുടെയും മകനാണ് അർജുൻ. ആതിര കെ ദാസ് സഹോദരിയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ CDSനുള്ള പുരസ്കാരം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് ചെറുവത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ പ്രവർത്തകർ. പുരസ്കാരത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ചെറുവത്തൂർ ടൗണിൽ ഘോഷയാത്രയും പഞ്ചായത്ത് ഹാളിൽ കേക്ക് മുറിക്കലും നടന്നു. സംയോജന പ്രവർത്തനം, തനത് പ്രവർത്തനം, ഭരണനിർവഹണം, മൈക്രോ ഫിനാൻസ് എന്നിവയുടെ 2023-24 വർഷത്തെ മികച്ച പ്രവർത്തനം പരിഗണിച്ചാണ് ചെറുവത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയത്. കഠിന പരിശ്രമത്തിലൂടെ ചെറുവത്തൂർ കുടുംബശ്രീയെ സംസ്ഥാന തലത്തിലെ അഭിമാന നേട്ടത്തിലേക്ക് നയിച്ച CDS അധ്യക്ഷ ശ്രീജ ദിലീപിനെയും അംഗങ്ങളെയും ആനയിച്ചാണ് ചെറുവത്തൂർ ടൗണിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര നടത്തിയത്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 100 കണക്കിന് കുടുംബശ്രീ വനിതകൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, വൈസ് പ്രസിഡന്റ് PV രാഘവൻ, കുടുംബശ്രീ സെക്രട്ടറി KV വിനയകുമാർ, ഭരണസമിതി അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ഘോഷയാത്ര നയിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് ഭരണസമിതിയും കുടുംബശ്രീ CDS ഭരണസമിതിയും സംയുക്തമായി യോഗം ചേർന്ന് കേക്ക് മുറിച്ചു. ചെറുവത്തൂരിന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത കുടുംബശ്രീ പ്രവർത്തകരെ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള അനുമോദിച്ചു. തുടർന്ന് നാട്ടുകാർക്കും വ്യാപാരികൾക്കും മധുര പലഹാര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഴക്കാലത്തും വേനലിലും കുടിവെള്ളമില്ലാതെ വലയുന്ന പ്രദേശങ്ങളിൽ വലിയ ടാങ്കുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിൽ കഴിഞ്ഞ 7 വർഷമായി ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. സാമൂഹ്യ പ്രവർത്തകൻ വൾവക്കാട് പൂവളപ്പിലെ A. ഇസ്മയിൽ ഹാജിയും ഉടുമ്പന്തലയിലെ MK റഷീദ് ഹാജിയും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ തീരമേഖലയിൽ ഉൾപ്പെടുന്ന 6 പ്രദേശങ്ങളിലാണ് മിനി ലോറിയിൽ ടാങ്കുകളിൽ വെള്ളമെത്തിക്കുന്നത്. കുടിവെള്ളത്തിനായി കുടങ്ങളും ബക്കറ്റുകളും വട്ടകളും ചെറിയ ബാരലുകളുമായി പാതയോരത്തും വീട്ടുമുറ്റത്തും കാത്തുനിൽക്കുന്ന വിവിധ പ്രദേശങ്ങളിലെ കുടുംബാംഗങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുകയെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത്. രാവിലെ 6:30 വീടുകളിൽ നിന്നിറങ്ങിയാൽ ഉച്ചകഴിഞ്ഞ് 2 മണിവരെ കുടിവെള്ള വിതരണമെന്ന സേവനത്തിലാണ്. കുടിവെള്ളമില്ലാത്തത് മൂലം ദുരിതം പേറുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ശുദ്ധജല ലഭ്യതയില്ലാത്ത വയലോടി, ഉടുമ്പുന്തല, പൂവളപ്പ്, ഒളവറ, പുനത്തിൽ, മധുരങ്കൈ തുടങ്ങിയ 6 പ്രദേശങ്ങളിലെ 200-ൽ പരം കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ 7 വർഷമായി ഇവർ മിനി ലോറിയിൽ 2 ടാങ്കുകളിൽ വെള്ളം നിറച്ച് എത്തിച്ചു നൽകുന്നത്. ഓരോ പ്രദേശത്തും ഒരു ദിവസം എന്ന കണക്കിലാണ് കുടിവെള്ളം നിറച്ചുള്ള ഇവരുടെ യാത്ര. 17,000 മുതൽ 20,000 ലിറ്റർ വരെ വെള്ളമാണ് ഇവർ ഒരു ദിവസം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. മഴക്കാലത്ത് പോലും നല്ല വെള്ളം ലഭിക്കാത്ത പ്രദേശങ്ങളിലാണ് ഇവർ കുടിവെള്ളം വിതരണം ചെയ്തു വരുന്നത്. നേരത്തെ വാടകയ്ക്ക് വാഹനമെടുത്താണ് വെള്ളം വിതരണം ചെയ്തതെങ്കിൽ പിന്നീട് ഉടുമ്പന്തലയിലെ AK റഷീദ് ഹാജി ഒരു മിനി ലോറി സ്വന്തമായി വാങ്ങിയാണ് നാട്ടുകാർക്ക് വെള്ളം എത്തിച്ചു നൽകുന്നതിന് സൗകര്യം വർദ്ധിപ്പിച്ചത്. ഇതിനായി 2000 ലിറ്ററിൻ്റെയും 1500 ലിറ്ററിൻ്റെയും 1000 ലിറ്ററിൻ്റെയും നിരവധി ടാങ്കുകളും ഇവർ വാങ്ങി. കുടിവെള്ളം സ്ഥിരം എത്തിച്ചു നൽകുന്ന പ്രദേശങ്ങളിൽ ക്ഷേത്രങ്ങളിലെയോ പള്ളികളിലെയോ ഉത്സവ ആഘോഷങ്ങളോ വിവാഹങ്ങളോ നടക്കുമ്പോൾ ഇവരോട് ആവശ്യപ്പെട്ടാൽ വെള്ളം എത്തിക്കുന്നതിലും മടി കാട്ടാറില്ല. വെള്ളമെടുക്കുന്നതിന് സൗത്ത് തൃക്കരിപ്പൂർ ഇളമ്പച്ചി മൈതാനിയിലെ ജമാൽ ഹാജിയുടെ കുടുംബവും ആയിറ്റയിലെ റഷീദ് ഹാജിയുടെ കുടുംബവും പ്രത്യേക സംവിധാനം ഒരുക്കി നൽകിയതോടെ അവിടങ്ങളിലെത്തിയാണ് വിവിധ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്കായി കുടിവെള്ളം ശേഖരിച്ച് എത്തിക്കുന്നത്. ഇവിടങ്ങളിലെ 100 കണക്കിന് വരുന്ന മനുഷ്യരുടെ സന്തോഷമാണ് ഇവർക്ക് കരുത്താവുന്നത്. 1.5 ദിവസങ്ങളിലാണ് ഇവിടെ വെള്ളം എത്തുന്നത്. അതിന് കൃത്യമായിട്ടൊരു രീതിയിൽ വെള്ളം കിട്ടുന്നില്ല. ഒരു വീട്ടിൽ ഏറിയ ഒരു കുടിക്കാൻ തന്നെ വെള്ളം എത്തുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഈ ആഴ്ച തരുന്ന വെള്ളം കൊണ്ട് മാത്രമാണ് ഇപ്പം ഒരു വിധത്തിൽ ഈ ഇവിടുത്തെ കുടുംബങ്ങൾ ഒത്തുപോകുന്നു വേണം പറയാം. ഇല്ലെങ്കിൽ ഇവരെല്ലാം ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും വാടകയൊക്കെ കൊണ്ട് ഗതികേടിലേക്കാണ് എത്തിയിട്ടുണ്ടായത്. ഈ മാസം ആദ്യവാരത്തിൽ ഉടുമ്പന്തലയിലെ AK റഷീദ് ഹാജി സന്ദർശനത്തിന് വിദേശത്ത് പോയതോടെ ദിവസങ്ങളായി ഇസ്മയിൽ ഹാജി ഒറ്റയ്ക്കാണ് വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം സംഭരിച്ച് വിതരണം ചെയ്തു വരുന്നത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹർഷാദ് വോർക്കാടി ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹൊസങ്കടി ഗേറ്റ്വേ ഓഡിറ്റോറിയത്തിൽ ചേർന്ന വാർഷിക പൊതുയോഗം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹർഷാദ് വോർക്കാടി ഉദ്ഘാടനം ചെയ്തു.
അബ്ദുറഹ്മാൻ ഉദ്യാവർ അധ്യക്ഷത വഹിച്ചു. ആരിഫ് മച്ചമ്പാടി, അബ്ദുറഹ്മാൻ പാരക്കട്ട, സായ് ഭദ്ര റായ്, സലാം വോർക്കാടി, രത്തൻ ഹൊസങ്കടി, രവി പ്രതാപ് നഗർ, ദീപക് ഉപ്പള എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. അനീസ് ഉപ്പള സ്വാഗതവും സനിൽകുമാർ നന്ദിയും പറഞ്ഞു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി സലാം വോർക്കാടിയെയും ജനറൽ സെക്രട്ടറിയായി സനിൽകുമാറിനെയും ട്രഷററായി രത്തൻ ഹൊസങ്കടിയെയും തിരഞ്ഞെടുത്തു. മറ്റ് ഭാരവാഹികളായി അബ്ദുറഹ്മാൻ ഉദ്യാവർ, സായ് ഭദ്രറായ, അനീസ് ഉപ്പള, ആരിഫ് മച്ചമ്പാടി എന്നിവരെയും എക്സിക്യൂട്ടീവ് ഭാരവാഹികളായി ഹർഷാദ് വോർക്കാടി, അബ്ദുറഹ്മാൻ പാറക്കട്ട, രവി പ്രതാപ് നഗർ, ദീപക് ഉപ്പള എന്നിവരെയും യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. SC/ST എംപ്ലോയീസ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് നടന്നത്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു നാടിന്റെ സംസ്കാരവും സംസ്കൃതിയും ഒക്കെ രൂപാന്തരപ്പെടുന്നതിൽ നദികൾക്ക് ഒരുപാട് പങ്കുണ്ടെന്ന് ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. പശ്ചിമഘട്ടത്തിൽ നിന്ന് 44 നദികൾ ഉത്ഭവിക്കുന്നു. അതിൽ 12 നദികൾ കാസർഗോഡിൻ്റെ വലുതാനം, പ്രശസ്തമായ ചന്ദ്രഗിരി പുഴ, തേജസ്വിനി പുഴ, വയസ്സിനി പുഴ, മധുവാഹിനി പുഴ അടക്കം ഒരുപാട് പുഴകൾ ഒഴുകുന്ന ഒരു നാടാണ്. യക്ഷഗാനങ്ങളുടെ നാടാണ്. ഒരുപാട് സാംസ്കാരിക നായകന്മാർക്ക് ജന്മം കൊടുത്ത ഒരു നാടാണ്. രാഷ്ട്രകവി ഗോവിന്ദപ്പയ്യ, T.A. ഉബൈദ്, കിഞ്ഞണ്ണതൈ, കേളുവിദ്യ, അതുപോലെ തന്നെ മഹാകവി മുട്ടമത്ത്, മഹാകവി കുഞ്ഞിരാമൻ നായർ അടക്കം ഒത്തിരി സാംസ്കാരിക നായകന്മാർക്ക് ജന്മം കൊടുക്കുന്ന നാടാണ്. ഉറഞ്ഞാടുന്ന തെയ്യങ്ങളുടെ നാടാണ്, ഉറൂസുകളുടെ നാടാണ്. അതുപോലെ തന്നെ പള്ളി പെരുന്നാളുകളുടെ നാടാണ്. പള്ളികളും അമ്പലങ്ങളും ബസ്തികളും തിങ്ങി നിറഞ്ഞ ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഈ നാട്ടിൽ പട്ടികജാതി പട്ടികവർഗ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ സംസ്ഥാന സമ്മേളനം ഈ ജില്ലയിൽ വെച്ച് നടത്താൻ തീരുമാനമെടുത്ത സംസ്ഥാന ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു. കാസർഗോഡ് MP സംസ്ഥാന പ്രസിഡന്റ് CK ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CDSKC ചെയർമാൻ K അംബുജാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. രാധാകൃഷ്ണ, M മനു, രതീഷ് കാട്ടുമാടം, കമലാക്ഷൻ കാക്കോൽ, ചന്ദ്രൻ കൊട്ടറ, രത്നാകരൻ കൊട്ടറ, P രാജീവൻ എന്നിവർ സംസാരിച്ചു. MN ആനന്ദൻ സ്വാഗതവും P രാജീവൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് സെമിനാറും നടന്നു. PK ഗോപിനാഥൻ മോഡറേറ്ററായിരുന്നു. NG രഘുനാഥൻ വിഷയാവതരണം നടത്തി. T വിജയൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ പെരിയോക്കി ശ്രീ ഗൗരീശങ്കര ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്തിൽ നിന്നുമാണ് ഘോഷയാത്ര നടന്നത്. പെരിയ പെരിയോക്കി ശ്രീ ഗൗരീശങ്കര ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്ത് നിന്നുമാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നത്. നിരവധി ആളുകളാണ് രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ പങ്കാളികളായത്. ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് മെയ് 11 വിവിധ ചടങ്ങുകളോടെ സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളവയിൽ അടിമയിൽ ശ്രീ ശാക്തേയ ദേവി ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. കൊളവയൽ അടിമയിൽ ശ്രീ ശാക്തേയ ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം നടന്നു. തുടർന്ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടന്നു.
ശ്രീ മുത്തപ്പൻ മടപ്പുര, കാറ്റാടി ശ്രീ അയ്യപ്പ ഭജനമന്ദിരം എന്നിവിടങ്ങളിൽ നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തിയത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ എത്തിയ ഘോഷയാത്രയിൽ നിരവധി ആളുകൾ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അൻവർ ഓർമ്മയിലലിഞ്ഞ് കാസർഗോഡ്. COE സ്ഥാപക നേതാവും സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ 9ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് RK മാളിലാണ് അൻവർ ഓർമ്മ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്ക് മെയ് 20-ന്. ഇന്ത്യ പാക് അതിർത്തിയിലെ പുതിയ സാഹചര്യം കണക്കിലെടുത്ത് ശനിയാഴ്ച മുതൽ നടത്താനിരുന്ന മേഖലാ പ്രചാരണ ജാഥകൾ മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ മാനേജ്മെന്റ് കോൺഗ്രസിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം 13-ന് കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. യുവചിത്രകാരൻ അർജുൻ കെ ദാസിന്റെ സ്മരണയ്ക്കായി ബേക്കലിൽ ചിത്രമതിലൊരുക്കി കുടുംബം. അർജുൻ കെ ദാസ് ഫൗണ്ടേഷനും BRDCയും ചേർന്നാണ് മനോഹരമായ ചിത്രമതിൽ ഒരുക്കിയത്. സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ CDSനുള്ള പുരസ്കാരം ചെറുവത്തൂരിന്. ചെറുവത്തൂർ ടൗണിൽ ഘോഷയാത്ര നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.